ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആ സന്ദർഭത്തെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ. മറ്റൊരാളുടെ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടം കൊണ്ട്, അതുമല്ലെങ്കിൽ അവഗണന കൊണ്ട് നിങ്ങളുടെ മനസ്സ് നീറിപ്പുകഞ്ഞ നിമിഷങ്ങൾ. ഒരുപക്ഷേ അത് നിങ്ങളുടെ ജോലിസ്ഥലത്താകാം, സുഹൃത്തുക്കൾക്കിടയിലാകാം, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാകാം. ആളുകൾക്കിടയിൽ വെച്ച് ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുമ്പോൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളയുമ്പോൾ, നെഞ്ചിനുള്ളിൽ ഒരു വലിയ ഭാരം വന്നു നിറയുന്നത് പോലെ തോന്നാറില്ലേ? ആ നിമിഷം തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങിപ്പോകുകയും കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെയുമൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ അർഹിക്കുന്ന ബഹുമാനം നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് ശാരീരികമായ മുറിവുകളേക്കാൾ ആഴത്തിൽ പതിക്കുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എന്നോടിവരിങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? തിരികെ ഒന്നും പറയാൻ കഴിയാതെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും കടിച്ചമർത്തി രാത്രികളിൽ ഉറക്കം വരാതെ കിടക്കുന്ന അവസ്ഥയിലൂടെ നമ്മളിൽ പലരും കടന്നുപോയിട്ടുണ്ടാകും. എന്നാൽ ഈ ലോകത്ത് ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ വ്യക്തിത്വത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും നേടിയെടുക്കേണ്ട ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും പണ്ഡിതനുമായ ആചാര്യ ചാണക്യനും ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയൊരു മനുഷ്യനായിരുന്നു. നന്ദരാജാവിൻ്റെ സഭയിൽ വെച്ച് മന്ത്രിമാരുടെയും പടയാളികളുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ട് മുടിയഴിച്ചു പുറത്താക്കപ്പെട്ട ആ നിമിഷം ചാണക്യൻ്റെ മനസ്സ് സാധാരണ മനുഷ്യരുടേതുപോലെ തകർന്നുപോയിരുന്നില്ല. മറിച്ച് ആ അപമാനത്തെ അദ്ദേഹം ഒരായുധമാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. തന്നെ അപമാനിച്ചവർക്കുള്ള മറുപടി വെറും വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് താൻ കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യത്തിലൂടെ നൽകുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആചാര്യ ചാണക്യൻ്റെയും ഒപ്പം പുരാതന ഗ്രീക്ക് തത്വചിന്തയായ സ്റ്റോയിസിസത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മളെ ബഹുമാനിക്കാത്തവരെ, അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ്. ഇത് വെറുമൊരു ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ട പോലെ ശക്തമാക്കാനുള്ള 5 വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, നമ്മളെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം എന്ന് ചിന്തിക്കുന്നതാണ്. അവരൊച്ചയെടുത്താൽ നമ്മളും ഒച്ചയെടുക്കും, അവർ മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ നമ്മളും തിരിച്ചു പറയും. പക്ഷേ ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ശത്രുവിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ സമനില തെറ്റിക്കുകയാണ്. അവരെറിയുന്ന കല്ലുകൾക്ക് നേരെ നിങ്ങൾ കുരയ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അവരുടെ നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അന്തസ്സ് കളയാതെ എന്നാൽ ശക്തമായ രീതിയിൽ ഇക്കൂട്ടരെ നേരിടാൻ കഴിയുക? അതിനുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാർഗമെന്നത് മൗനം അഥവാ നിശബ്ദത എന്ന ആയുധത്തെക്കുറിച്ചുള്ള അറിവാണ്. ആരെങ്കിലും നിങ്ങളെ പരസ്യമായി അപമാനിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പെട്ടെന്നുള്ള പ്രതികരണമാണ്. നിങ്ങളുടെ മുഖം ചുവക്കുന്നതും ശബ്ദമിടറുന്നതും നിങ്ങൾ നിയന്ത്രണം വിട്ട് പെരുമാറുന്നതും കാണാൻ അവരാഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ ദേഷ്യമാണ് അവരുടെ വിജയം. എന്നാൽ ആ നിമിഷം നിങ്ങൾ തികച്ചും ശാന്തനായി ഒരു ചെറുപുഞ്ചിരിയോടെ അല്ലെങ്കിൽ ഭാവഭേദമില്ലാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിലോ? ആലോചിച്ചു നോക്കൂ. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്രതികരണം കിട്ടാതെ വരുമ്പോൾ എതിരാളി എത്രമാത്രം അസ്വസ്ഥനാകും. ചാണക്യനീതിയിൽ പറയുന്നതുപോലെ മൂഢന്മാരായ ആളുകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ മൗനമാണ്. നിങ്ങളുടെ നിശബ്ദത അവരെ ആശയക്കുഴപ്പത്തിലാക്കും. എന്തുകൊണ്ടാണിവൻ പ്രതികരിക്കാത്തത്? എൻ്റെ വാക്കുകൾക്ക് ഇയാളെ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ലേ എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കാൻ തുടങ്ങും. ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. ഒരു വലിയ തടാകത്തിലേക്ക് ആരോ ഒരു കല്ല് വലിച്ചെറിയുന്നു എന്ന് കരുതുക. ആ കല്ല് വീഴുമ്പോൾ വെള്ളത്തിൽ ഓളങ്ങളുണ്ടാകുന്നു, കലക്കമുണ്ടാകുന്നു. എന്നാൽ ആ കല്ല് വീണത് ഒരു ചതുപ്പ് നിലത്താണെങ്കിലോ? അവിടെ ശബ്ദമില്ല, ഓളങ്ങളില്ല. ആ കല്ല് അപ്രത്യക്ഷമാകുന്നു. ബഹുമാനമില്ലാതെ പെരുമാറുന്നവരുടെ വാക്കുകളെ ആ തടാകത്തിലെ ഓളങ്ങൾ പോലെ സ്വീകരിച്ച് മനസ്സ് കലങ്ങി മറിഞ്ഞു നിൽക്കണോ, അതോ ചതുപ്പുനിലം പോലെ ആ വാക്കുകളെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് നിർവീര്യമാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സ്റ്റോയിസിസം നമ്മളെ പഠിപ്പിക്കുന്നതിതാണ്. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ പ്രധാനം നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ സംരക്ഷിക്കുകയാണ്. അനാവശ്യമായ വാക്കുകൾ ചിലവാക്കാതെ, നിങ്ങളുടെ ഊർജം പാഴാക്കാതെ നിങ്ങളൊരു നിരീക്ഷകനായി മാറുന്നു. ആ നിമിഷം നിങ്ങളൊരു കണ്ണാടി പോലെയാകുന്നു.
നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ച വ്യക്തി നിങ്ങളുടെ നിശബ്ദതയെന്ന കണ്ണാടിയിൽ സ്വന്തം വികൃതമായ മുഖം കണ്ട് ഭയക്കാൻ തുടങ്ങും. പക്ഷേ ഈ മൗനമെന്നത് പേടികൊണ്ടുള്ള ഒളിച്ചോട്ടമാകരുത്. അത് ആത്മവിശ്വാസം കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കണം. നിങ്ങളുടെ വാക്കുകൾക്ക് എന്റെ സമാധാനത്തെ തകർക്കാനുള്ള ശക്തിയില്ല എന്ന നിശബ്ദമായ പ്രഖ്യാപനമാണത്. പലപ്പോഴും ആളുകൾ നമ്മളോട് മോശമായി പെരുമാറുന്നത് അവരുടെ തന്നെ അപകർഷതാബോധം കൊണ്ടാണ്. തങ്ങളെക്കാൾ മിടുക്കരായവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കാത്ത ശ്രദ്ധ മറ്റൊരാൾക്ക് ലഭിക്കുമ്പോഴുണ്ടാകുന്ന അസൂയയിൽ നിന്നാണ് പല അപമാനങ്ങളും ജനിക്കുന്നത്. അങ്ങനെയുള്ളവരോട് തർക്കിക്കാൻ നിൽക്കുന്നത് ചെളിയിൽ കിടക്കുന്ന പന്നിയോട് ഗുസ്തി പിടിക്കുന്നത് പോലെയാണ്. രണ്ടുപേരും ചെളിയിൽ കുളിക്കും, പക്ഷേ പന്നിക്ക് അതിഷ്ടമാകും, നിങ്ങൾക്ക് അത് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് ആദ്യത്തെ പടിയായി നിങ്ങൾ ശീലിക്കേണ്ടത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു മരപ്പാവയെപ്പോലെ ഇരിക്കാനല്ല, മറിച്ച് കടൽ പോലെ ആഴമുള്ള മനസ്സുണ്ടാക്കിയെടുക്കാനാണ്. ഉപരിതലത്തിൽ എത്ര കാറ്റും കോളും വന്നാലും കടലിന്റെ അടിത്തട്ട് ശാന്തമായിരിക്കുന്നതുപോലെ മറ്റുള്ളവരുടെ ബഹുമാനമില്ലായ്മ നിങ്ങളുടെ ആന്തരിക സമാധാനത്തെ തൊടാൻ അനുവദിക്കരുത്. ഇനി ചില സന്ദർഭങ്ങളിൽ മൗനം മാത്രം മതിയാവില്ല. ഉദാഹരണത്തിന്, ജോലിസ്ഥലത്ത് നിങ്ങളുടെ ബോസ് അകാരണമായി നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്കു പറയുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു ബന്ധു കുടുംബസദസ്സിൽ വെച്ച് നിങ്ങളുടെ ജോലിയെയോ ശമ്പളത്തെയോ കളിയാക്കുന്നു. ഇവിടെ മൗനം പാലിക്കുന്നത് ചിലപ്പോൾ അവർക്ക് കൂടുതൽ ധൈര്യം നൽകിയേക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തന്ത്രത്തിലേക്ക് കടക്കണം. ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം വികാരങ്ങളെ നിയന്ത്രിച്ച് ബുദ്ധിപൂർവം ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. അപമാനിക്കുന്നവർ പലപ്പോഴും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാകും പറയുന്നത്. അവർ വികാരങ്ങളുടെ പുറത്താണ് സംസാരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അതേ വികാരത്തോടെ മറുപടി പറയുന്നതിന് പകരം തികച്ചും ശാന്തമായി യുക്തിസഹമായൊരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ കളി മാറും. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളോട് പറയുകയാണ്, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, നീ എപ്പോഴും മണ്ടത്തരമേ ചെയ്യൂ എന്ന്. സാധാരണഗതിയിൽ നമ്മൾ എന്തു മണ്ടത്തരമാണ് ഞാൻ ചെയ്തത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കും. എന്നാൽ അതിന് പകരം നിങ്ങൾ വളരെ ശാന്തമായി, താങ്കൾ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കാമോ? ഞാൻ ചെയ്ത ഏതു കാര്യമാണ് താങ്കളെക്കൊണ്ടങ്ങനെ ചിന്തിപ്പിച്ചത് എന്ന് ചോദിച്ചു നോക്കൂ. ഈ ചോദ്യം അവരെ പെട്ടെന്നൊന്ന് പിടിച്ചുലയ്ക്കും. കാരണം അവർ പ്രതീക്ഷിച്ചത് ഒരു തർക്കമാണ്, എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു വിശദീകരണമാണ്. പലപ്പോഴും അകാരണമായി കുറ്റപ്പെടുത്തുന്നവരുടെ കയ്യിൽ വ്യക്തമായ മറുപടിയുണ്ടാവില്ല. അവർ വിക്കാനും പരുങ്ങാനും തുടങ്ങും. ആ നിമിഷം ആൾക്കൂട്ടത്തിന് മുന്നിൽ അപഹാസ്യരാകുന്നത് നിങ്ങളല്ല, മറിച്ച് അവരായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ണാടിത്തന്ത്രമാണ്. അവരുടെ മോശം പെരുമാറ്റത്തെ ചോദ്യങ്ങളിലൂടെ നമ്മൾ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്നെ സഹായിക്കാനാണോ അതോ എന്നെ വേദനിപ്പിക്കാനാണോ ഉദ്ദേശിച്ചത് എന്ന ഒറ്റ ചോദ്യം മതി പലരുടെയും വായടപ്പിക്കാൻ. ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നിലവാരം വിട്ട് കളിക്കുന്നില്ല, മറിച്ച് അവരുടെ നിലവാരമില്ലായ്മയെ വെളിച്ചത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു, ശത്രുവിനെ കൊല്ലാൻ ആയുധം വേണമെന്നില്ല, അവരുടെ അഹങ്കാരത്തിന് മുറിവേൽപ്പിച്ചാൽ മതിയെന്ന്. യുക്തിപൂർവമായ ചോദ്യങ്ങൾ അവരുടെ അഹങ്കാരത്തിനേൽക്കുന്ന ഏറ്റവും വലിയ മുറിവാണ്. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചില ആളുകൾക്ക് മാറ്റം വരില്ല. അവർ വീണ്ടും വീണ്ടും നമ്മളെ കുത്തിനോവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഒഴിവാക്കാൻ കഴിയാത്ത നിത്യവും കാണേണ്ടിവരുന്ന ആളുകളാണെങ്കിൽ. അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് പതറിപ്പോവുക സ്വാഭാവികമാണ്. എത്രകാലം ഞാനിത് സഹിക്കണം എന്ന ചോദ്യം ഉള്ളിലുയരും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചിന്താഗതിയിൽ വലിയൊരു മാറ്റം വരുത്തേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി ദാഹിക്കുന്നത് നിർത്തണം. ബഹുമാനം ലഭിക്കാത്തതിൽ നമുക്ക് വേദന തോന്നുന്നത് നമ്മളത് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്ന ചിന്തയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. എന്നാൽ സത്യമെന്താണെന്നറിയോ? ഈ ലോകത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. സാക്ഷാൽ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും കുറ്റം പറയാൻ ആളുണ്ടാകും. അപ്പോൾ പിന്നെ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു,
നിന്റെ സന്തോഷത്തിന്റെ താക്കോൽ ഒരിക്കലും മറ്റൊരാളുടെ കീശയിലിടരുത്. മറ്റൊരാൾ നല്ലതു പറഞ്ഞാൽ മാത്രം സന്തോഷിക്കുകയും ചീത്ത പറഞ്ഞാൽ ഉടനെ തളരുകയും ചെയ്യുന്ന അവസ്ഥ ഒരടിമയുടേതിന് തുല്യമാണ്. മാനസികമായ അടിമത്വം. ഇതിൽ നിന്ന് മോചനം നേടുകയാണ് ഏറ്റവും വലിയ വിജയം. നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ പിന്നെ പുറത്തുനിന്നുള്ള ബഹുമാനത്തിന് വലിയ വിലയുണ്ടാവില്ല. ഇതിനെയാണ് ആത്മബഹുമാനം അഥവാ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കാണുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം തോന്നണം. ഞാൻ ശരിയായ പാതയിലാണ്, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ വഴിയിൽ നിൽക്കുന്നവർ എന്തു പറയുന്നു എന്നതൊരു വിഷയമേയല്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ വളരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുകയുള്ളൂ. ആരും ഒന്നും ചെയ്യാത്തവനെ വിമർശിക്കാറില്ല. നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ, നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ അവർക്ക് അസൂയ തോന്നുന്ന തരത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമായി കാണാൻ ശ്രമിക്കുക. വിചിത്രമായി തോന്നാം, അല്ലേ? പക്ഷേ അതാണ് സത്യം. ചാണക്യൻ നന്ദരാജാവിനാൽ അപമാനിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചത്, എന്റെ അറിവും കഴിവും രാജാവിനെ ഭയപ്പെടുത്തുന്നു എന്നാകാം. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ചന്ദ്രഗുപ്ത മൗര്യനെ സൃഷ്ടിക്കാനും ഒരു സാമ്രാജ്യം തന്നെ മാറ്റിമറിക്കാനും കരുത്തു നൽകിയത്. അപമാനം എന്നത് ഒരു തീയാണ്. അതിൽ വെന്തുരുകി ചാമ്പലാകണോ അതോ ആ തീയിൽ കാരിരുമ്പ് പോലെ ഉറച്ച മനസ്സുണ്ടാക്കി മാറ്റണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഈ യാത്രയിൽ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ അപമാനിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കാറുണ്ട്. നമ്മുടെ അമിതമായ വിനയം അല്ലെങ്കിൽ നോ പറയാനുള്ള മടി, ഇതൊക്കെ മുതലെടുക്കുന്നവരുണ്ട്. ഇവൻ എന്തായാലും ഒന്നും പറയില്ല എന്ന ചിന്തയാണ് പലർക്കും നമ്മളോട് മോശമായി പെരുമാറാനുള്ള ലൈസൻസ് നൽകുന്നത്. അതുകൊണ്ട് അതിരുകൾ നിശ്ചയിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതാണ് നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ അതിരുകൾ അഥവാ ബൗണ്ടറികൾ നിശ്ചയിക്കുക? എവിടെയാണ് നമ്മൾ ഇനി പറ്റില്ല എന്ന് പറയേണ്ടത്? ഇതിനുള്ള മൂന്നാമത്തെ തന്ത്രം ചാണക്യൻ തന്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്നതാണ്. അതിരുകൾ വയ്ക്കുക എന്നതിനർത്ഥം നിങ്ങൾ ആരോട് എന്ത് സഹിക്കുമെന്നും എന്ത് സഹിക്കില്ലെന്നും വ്യക്തമായി അറിയിക്കുക എന്നതാണ്. ഇത് രണ്ടു തരത്തിൽ ചെയ്യാം. ആദ്യത്തേത്, ശാന്തമായി പക്ഷേ ഉറച്ചുനിന്ന് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. രണ്ടാമത്തേത്, പ്രവൃത്തികളിലൂടെ കാണിച്ചു കൊടുക്കുക. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഓഫീസിൽ ഒരു സഹപ്രവർത്തകൻ എപ്പോഴും നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിക്കുന്നു. ആദ്യത്തെ 2 തവണ നിങ്ങൾ മൗനം പാലിച്ചു, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ അവഗണിച്ചു. പക്ഷേ അത് തുടരുകയാണ്. 3-ാം തവണ നിങ്ങൾ വളരെ നിസ്സംഗമായി പക്ഷെ നേരിട്ട് ആ വ്യക്തിയോട് ഇങ്ങനെ പറയണം: താങ്കൾ എന്നോട് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഇനി മുതൽ അത് നിർത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് ദേഷ്യത്തോടെയോ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലല്ല, തികച്ചും പ്രൊഫഷണലായി വ്യക്തമായി ഒരു വസ്തുത അറിയിക്കുന്നതുപോലെ. മിക്ക ആളുകളും നിങ്ങളുടെ ഈ നിലപാടിനെ ബഹുമാനിക്കും. കാരണം ബഹുമാനമില്ലാതെ പെരുമാറുന്നവർ പോലും തിരിച്ചടി നേരിടുമെന്ന് മനസ്സിലാക്കിയാൽ അവരുടെ പെരുമാറ്റം മാറും. പക്ഷേ ചിലർ ഇതും അവഗണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ട സമയമായി. ഉദാഹരണത്തിന്, ആ വ്യക്തിയുമായുള്ള അനാവശ്യമായ സംഭാഷണങ്ങൾ നിർത്തുക. അവർ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ മര്യാദയോടെ വിസമ്മതിക്കുക. അവരുടെ കൂട്ടുകെട്ട് ഒഴിവാക്കുക. ഇതൊരു പ്രതികാര നടപടിയല്ല, മറിച്ച് സ്വയം സംരക്ഷണ നടപടിയാണ്. നിങ്ങളുടെ സമയവും ഊർജവും മാനസിക സമാധാനവും വിലപ്പെട്ടതാണ്. അത് നിങ്ങളെ ബഹുമാനിക്കാത്തവർക്ക് വേണ്ടി പാഴാക്കേണ്ട ആവശ്യമില്ല. സ്റ്റോയിസം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണിത്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളും തമ്മിൽ വേർതിരിച്ചറിയുക. മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ അവരുമായി നിങ്ങൾ എത്രമാത്രം ഇടപഴകണം എന്നത് തികച്ചും നിങ്ങളുടെ കയ്യിലാണ്. ചാണക്യൻ പറഞ്ഞതുപോലെ, വിഷമുള്ള സർപ്പത്തെ നിങ്ങൾക്ക് മാറ്റാനാവില്ല, പക്ഷേ അതിനോടകലം പാലിച്ചാൽ അതിൻ്റെ വിഷം നിങ്ങളെ തൊടില്ല. ഇതിനെയാണ് ഇമോഷണൽ ഡിസ്റ്റൻസ് അഥവാ വൈകാരിക അകലം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ശാരീരികമായി അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, എങ്കിലും മാനസികമായി നിങ്ങൾക്ക് വേണ്ടത്ര ദൂരം പാലിക്കാം. ഇനി ഇതൊക്കെ ചെയ്തിട്ടും ചിലർ തുടർന്നുള്ള പീഡനം നിർത്താൻ തയ്യാറാകണമെന്നില്ല.
പ്രത്യേകിച്ച് ജോലിസ്ഥലങ്ങളിൽ അധികാരസ്ഥാനത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ മൂപ്പന്മാരാണെങ്കിൽ നമുക്കവരെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നാലാമത്തെ തന്ത്രം പ്രാധാന്യമർഹിക്കുന്നത്. അത് വേദനയെ ശക്തിയാക്കി മാറ്റുക എന്ന കലയാണ്. ഓരോ തവണ ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത പടർത്തുക. ഈ വ്യക്തി എന്നെ നിസ്സാരനാക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ഞാൻ അതിൻ്റെ വിപരീതം തെളിയിക്കും. ഞാൻ എൻ്റെ വിജയത്തിലൂടെ, എൻ്റെ വളർച്ചയിലൂടെ, എൻ്റെ നേട്ടങ്ങളിലൂടെ ഇവരുടെ മുന്നിൽ നിന്നുകൊണ്ട് എൻ്റെ മൂല്യം തെളിയിക്കും. ഇത് വെറും സങ്കല്പമല്ല, പ്രായോഗികമായ തന്ത്രമാണ്. ചാണക്യൻ ഇതിനെയാണ് പ്രതികാരത്തിൻ്റെ ഉന്നതമായ രൂപം എന്ന് വിളിച്ചത്. അപമാനം നിങ്ങളെ താഴ്ത്താൻ അനുവദിക്കുന്നതിനു പകരം അതിനെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റുക. ഒരാഴ്ചയിൽ 3 ദിവസം ജിമ്മിൽ പോകുന്ന ആളായിരുന്നെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും പോകുക. പഠനത്തിൽ നല്ല മാർക്ക് വേണമെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയം കുറച്ചുകൂടെ പഠിക്കുക. ജോലിയിൽ പ്രമോഷൻ വേണമെങ്കിൽ എക്സ്ട്രാ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഇരട്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ വിജയം തന്നെയായിരിക്കും നിങ്ങളെ പരിഹസിച്ചവർക്കുള്ള നല്ല മറുപടി. കാരണം അവരുടെ വാക്കുകൾ താൽക്കാലികമാണ്, പക്ഷേ നിങ്ങളുടെ നേട്ടങ്ങൾ നിത്യമാണ്. ഒരു ചെറുപുഞ്ചിരിയോടെ ആലോചിച്ചു നോക്കൂ. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച ആളെ 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വലിയ പദവിയിലെത്തിയിട്ട് കണ്ടുമുട്ടുന്നത് സങ്കൽപ്പിക്കൂ. അവർ നിങ്ങളുടെ വിജയം കണ്ട് അത്ഭുതപ്പെടുന്നതും ഒരുപക്ഷെ നാണിച്ചിട്ട് തല താഴ്ത്തുന്നതും സങ്കൽപ്പിക്കൂ. ആ നിമിഷം നിങ്ങൾ അവരോടൊന്നും പറയേണ്ടതില്ല. നിങ്ങളുടെ ജീവിതം തന്നെ സംസാരിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ളൊരു പരാജയമായിരുന്നില്ല, ഇതാ ഞാൻ എന്ന സന്ദേശം നിങ്ങൾ ഒരക്ഷരം മിണ്ടാതെ തന്നെ അവരിലേക്കെത്തും. സ്റ്റോയിക് തത്വശാസ്ത്രം പറയുന്നത് പോലെ വിജയത്തിൻ്റെ ഏറ്റവും മധുരമായ രൂപം നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ വളർച്ച കാണിച്ചു കൊടുക്കുക എന്നതാണ്. അവർ പ്രതീക്ഷിച്ചത് നിങ്ങൾ തകരുന്നത് കാണാനാണ്, എന്നാൽ നിങ്ങൾ ഉയരുന്നതാണ് അവർ കാണുന്നത്. അതിലും വലിയ പ്രതികാരം വേറെയുണ്ടോ? എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. വിജയം നേടുക എന്നത് പ്രതികാരത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് സ്വയം പൂർണ്ണത കൈവരിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം. മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. കാരണം അവരുടെ പ്രചോദനം ബാഹ്യമാണ്. പക്ഷേ സ്വയം ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും തകരില്ല. അവരുടെ പ്രചോദനം ആന്തരികമാണ്. ചാണക്യന്റെ ലക്ഷ്യം നന്ദനെ കീഴടക്കുക എന്നത് മാത്രമായിരുന്നില്ല, ഭാരതത്തിൽ ഒരു മഹത്തായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു. നന്ദനെ കീഴടക്കുക എന്നത് ആ യാത്രയിലെ ഒരു പടിയായിരുന്നു, മുഴുവനല്ല. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാക്കുക. ആരെയെങ്കിലും തോൽപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണുക. ഇനി 5ാമത്തെയും അവസാനത്തെയുമായ തന്ത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത് പറയാൻ ലളിതമാണ്, പക്ഷെ ചെയ്യാൻ അത്യന്തം ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങളെ ശത്രുക്കളോട് ക്ഷമിക്കുക എന്നല്ല, മറിച്ച് അവരെ മറക്കുക എന്നതാണത്. നിങ്ങളെ വേദനിപ്പിച്ചവരോടുള്ള ദേഷ്യവും പ്രതികാരബുദ്ധിയും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു നിർത്തുന്നത് സ്വയം വിഷം കുടിച്ച് എതിരാളി മരിക്കണമെന്നാഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ദേഷ്യം, വെറുപ്പ്, പ്രതികാരം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെയല്ലാതെ മറ്റാരെയും വേദനിപ്പിക്കില്ല. സ്റ്റോയിക് തത്വജ്ഞാനി മാർക്കസ് ഔറേലിയസ് പറഞ്ഞതുപോലെ, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കാനുള്ള അധികാരം മറ്റാർക്കും കൊടുക്കരുത്. ഇതിൻ്റെ അർത്ഥം നിങ്ങളൊരു കോവേഡാകണമെന്നല്ല. നേരെ മറിച്ച് ഏറ്റവും വലിയ ധൈര്യമാണ് വേദനകളുള്ളിൽ സൂക്ഷിക്കാതെ വിട്ടുകളയാൻ ആവശ്യം. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഓരോ രാത്രിയും കിടക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞൊരു വാക്കിനെക്കുറിച്ച്, അവരുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ച് മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നത്. അതേസമയം നിങ്ങളെ പീഡിപ്പിച്ച ആൾ നന്നായി ഉറങ്ങുകയാണ്. അവർക്ക് നിങ്ങളെപ്പറ്റിയോ നിങ്ങളുടെ വേദനയെപ്പറ്റിയോ ഒരു ചിന്തയുമില്ല. ആ നിമിഷം യഥാർത്ഥത്തിൽ ആരാണ് പരാജയപ്പെടുന്നത്? നിങ്ങൾക്ക് വേദനിപ്പിക്കപ്പെടുക എന്നതൊരു തെരഞ്ഞെടുപ്പല്ല, എന്നാൽ വേദനയിൽ കിടന്നിലോലിക്കുന്നത് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ആ വേദന വിട്ടുകളയുക. അവർ നിങ്ങളെ എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും അത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നില്ലാതാക്കുക. ചാണക്യൻ പഠിപ്പിക്കുന്നത് ശത്രുവിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ 2 വഴികളുണ്ടെന്നാണ്. 1, അവരെ ഭൗതികമായി തോൽപ്പിക്കുക. 2, അവരെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക. രണ്ടാമത്തേത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം ലഭിക്കും. കാരണം എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. പക്ഷേ വെറുപ്പും ദേഷ്യവും കൊണ്ട് നിറഞ്ഞ മനസ്സിന് ശരിയായ ചിന്ത നടത്താൻ കഴിയില്ല. നിങ്ങൾ തെറ്റായ തീരുമാനങ്ങളെടുത്ത് നിങ്ങളെ തന്നെ നശിപ്പിച്ചേക്കാം.
അതുകൊണ്ട് മറക്കുക എന്നത് ദൗർബല്യമല്ല, ശക്തിയുടെ പ്രകടനമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? ആദ്യം നിങ്ങൾ ആ സംഭവത്തെക്കുറിച്ച് ആലോചിക്കുന്നത് നിർത്തണം. നിങ്ങളുടെ ശ്രദ്ധ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക. പുതിയ ഹോബികൾ, പുതിയ സുഹൃത്തുക്കൾ, പുതിയ അനുഭവങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ പുതുക്കിപ്പണിയാൻ സഹായിക്കും. രണ്ടാമത്, ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിൽ ഇടം നൽകരുത്. അവരുടെ പേര് കേട്ടാലോ അവരെ കണ്ടാലോ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുകയോ വിയർക്കുകയോ ചെയ്യരുത്. അവർ നിങ്ങളുടെ ഊർജത്തിന് അർഹരല്ല. മൂന്നാമത്, അവരുടെ തിന്മയെ നിങ്ങൾക്കുള്ളിൽ ഒരു നന്മയാക്കി മാറ്റിയെടുക്കുക. ആ അനുഭവം എന്നെ കരുത്തുണവനാക്കി എന്ന ചിന്തയോടെ മുന്നോട്ടു പോകുക. വീണ്ടും, ഇതൊരൊറ്റ രാത്രി കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. ദിവസങ്ങളെടുക്കും, ആഴ്ചകളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ ആ വേദനയെക്കുറിച്ച് അല്പം കുറവ് ചിന്തിക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകുന്നു. ആ സ്വാതന്ത്ര്യം തന്നെയാണ് യഥാർത്ഥ വിജയം. ഒരു തടവുകാരൻ ശിക്ഷാകാലം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ അയാൾ ശരിക്കും സ്വതന്ത്രനാകുന്നത് ജയിലിന്റെ വാതിലിന് പുറത്തിറങ്ങുമ്പോഴല്ല, മറിച്ച് ജയിലിനെക്കുറിച്ചുള്ള ഭയവും വേദനയും അയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകുമ്പോഴാണ്. അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച ഓർമ്മകളെന്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. ആ ഓർമ്മകളെ നിങ്ങളുടെ മനസ്സിന്റെ കയ്യടികളാക്കരുത്. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും, ഞാനിത് മറക്കുന്നതുകൊണ്ട് അവർ വിജയിക്കുകയല്ലേ, അവരോട് തിരിച്ചടിക്കാതെ ഞാൻ പോകുകയാണെങ്കിൽ അവർ സന്തോഷിക്കുകയല്ലേ എന്ന്. പക്ഷെ ആലോചിച്ചു നോക്കൂ, അവർ നിങ്ങളുടെ ദേഷ്യമാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സമാധാനമല്ല. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അവർ സന്തോഷിക്കും. പക്ഷേ നിങ്ങൾ ശാന്തരായി അവരെ അവഗണിക്കുമ്പോൾ അവർക്ക് നഷ്ടബോധമുണ്ടാകും. എന്തുകൊണ്ടാണ് ഇവനെ എൻ്റെ വാക്കുകൾ ബാധിക്കാത്തത് എന്ന ആശയക്കുഴപ്പത്തിൽ അവർ പെടും. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ പരാജയം. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ വിജയം, ഇവയൊക്കെ തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മറക്കുക എന്നത് കീഴടങ്ങലല്ല, മറിച്ച് ഉന്നതമായ വിജയമാണ്. ചാണക്യൻ പറയുന്നു, ജീവിതം വളരെ ചെറുതാണ്, അത് കേവലം ശത്രുക്കളെ ഓർത്ത് കഴിച്ചുകൂട്ടാൻ. മഹത്തായ സ്വപ്നങ്ങൾ കാണുക, വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, അതാണ് യഥാർത്ഥ പ്രതികാരം. ചെറിയ ചെറിയ ആളുകളെയും അവരുടെ ചെറിയ ചെറിയ വാക്കുകളെയും വീര്യം കൊടുക്കരുത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. ആരോ നിങ്ങളെപ്പറ്റി എന്തോ പറഞ്ഞു എന്നുള്ളത് കാരണം നിങ്ങളുടെ മാനസിക സമാധാനം നശിപ്പിക്കാൻ അനുവദിക്കരുത്. സ്റ്റോയിസം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: കഴിഞ്ഞ കാര്യങ്ങളിൽ ജീവിക്കരുത്, വരാനിരിക്കുന്നവയിൽ ഭയപ്പെടരുത്, വർത്തമാനത്തിൽ ജീവിക്കുക. ഇപ്പോൾ ഇവിടെ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് സമാധാനം നിലനിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ ജയിച്ചു. നമുക്ക് സംഗ്രഹിക്കാം. ബഹുമാനമില്ലാത്തവരെ കൈകാര്യം ചെയ്യാനുള്ള 5 വഴികൾ. 1. മൗനം എന്ന ആയുധം ഉപയോഗിക്കുക. ശാന്തരായി നിൽക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുക. 2. ബുദ്ധിപൂർവം ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ അപമാനത്തെ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുക. 3. വ്യക്തമായ അതിരുകൾ വയ്ക്കുക. ഇനി പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക. 4. വേദനയെ ശക്തിയാക്കി മാറ്റുക. നിങ്ങളുടെ വിജയത്തിലൂടെ തിരിച്ചടിക്കുക. 5. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഏറ്റവും ശക്തവുമായ മാർഗം അവരെ മറക്കുക, മാനസിക സമാധാനം കണ്ടെത്തുക. ഓർക്കുക, ബഹുമാനം നിങ്ങൾ യാചിച്ചു വാങ്ങേണ്ടതല്ല. അത് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയും സ്വഭാവത്തിലൂടെയും നേട്ടങ്ങളിലൂടെയും സ്വാഭാവികമായി ലഭിക്കുന്ന ഒന്നാണ്. എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കണമെന്നില്ല, കാരണം എല്ലാവരും അത് അർഹിക്കരല്ല. ചില ആളുകൾ നിങ്ങളുടെ ശത്രുക്കളായി തന്നെ തുടരും. പക്ഷേ അവർ നിങ്ങളുടെ മാനസിക സ്ഥിതിയെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അതാരുടെയും കീശയിലിടരുത്. ചാണക്യനെപ്പോലെ, സ്റ്റോയിക് തത്വജ്ഞാനികളെപ്പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ടയാക്കി മാറ്റുക. ബാഹ്യ ആക്രമണങ്ങൾ നിങ്ങളെ തൊടാൻ പാടില്ല. ആന്തരിക ശക്തി വളർത്തിയെടുക്കുക. നിങ്ങളുടെ യാത്ര നിങ്ങളുടേതാണ്. ആരാണ് നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നല്ല പ്രധാനം. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെ നേടിയെടുക്കുന്നു എന്നതാണ് പ്രധാനം. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ പറഞ്ഞ ഒരു വാക്കല്ല നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ഓർക്കുക നിങ്ങൾ നേടിയ വിജയങ്ങൾ, നിങ്ങൾ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ, നിങ്ങൾ സ്വന്തമാക്കിയ സമാധാനം. അതാണ് യഥാർത്ഥ ജീവിതം. ബഹുമാനമില്ലാത്തവരെ പ്രധാനപ്പെട്ടവരാക്കി കാണുന്നത് നിർത്തുക. നിങ്ങളുടെ സമയവും ഊർജവും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുക. അതായിരിക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ബഹുമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അപമാനിച്ചാൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചാണ്.
എന്നാൽ ഇതിനേക്കാൾ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വശമുണ്ട്. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം എല്ലായിടത്തും ബഹുമാനം ലഭിക്കുന്നത്? അവർ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മറ്റുള്ളവർ എഴുന്നേൽക്കുന്നു, അവരുടെ വാക്കുകൾക്കെല്ലാവരും കാതോർക്കുന്നു. മറിച്ച് മറ്റു ചിലർ എത്രയൊക്കെ നല്ലവരാണെങ്കിലും എത്രയൊക്കെ സഹായം ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല. എന്താണിതിന് കാരണം? ചാണക്യൻ പറയുന്നത് ബഹുമാനം എന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ വ്യക്തിത്വത്തിലൂടെ മറ്റുള്ളവരെ കൊണ്ട് നൽകിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ്. ഒരു സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ അത് ബഹുമാനം ചോദിക്കാറില്ല. അതിൻ്റെ നടത്തത്തിലും നോട്ടത്തിലും ഭാവത്തിലുമുള്ള ആ ഗാംഭീര്യം കണ്ട് മറ്റുള്ള ജീവികൾ വഴിമാറിക്കൊടുക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു രാജകീയ ഭാവം വളർത്തിയെടുക്കണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് നഷ്ടപ്പെട്ട ബഹുമാനം തിരിച്ചുപിടിക്കാനും ഇനി ആരും നിങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാനും ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എപ്പോഴും ലഭ്യമാവുക എന്നതാണ്. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദിവസവും വരുന്ന അതിഥിക്ക് വിലയുണ്ടാകില്ല. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾക്കെപ്പോഴും സുലഭമായി ലഭിക്കുന്ന ഒരു വസ്തുവിന് നിങ്ങൾ എത്രത്തോളം വില കൽപ്പിക്കും? അത് സ്വർണമാണെങ്കിൽ പോലും വഴിയിൽ കല്ലുപോലെ കിടക്കുകയാണെങ്കിൽ ആരും അതിനെ തിരിഞ്ഞു നോക്കില്ല. ഇത് മനുഷ്യബന്ധങ്ങളിലും സത്യമാണ്. നിങ്ങൾ ആർക്കും എപ്പോഴും കയറി വരാവുന്ന, എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന, സ്വന്തം തിരക്കുകൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ക്രമേണ ആളുകൾ നിങ്ങളെ ഒരു ഓപ്ഷൻ മാത്രമായി കാണാൻ തുടങ്ങും. ഓ, അവനെ വിളിച്ചാൽ മതി, അവൻ വന്നോളും എന്ന ലാഘവബുദ്ധി അവരിലുണ്ടാകും. ഈ അമിതമായ ലഭ്യത നിങ്ങളുടെ വില കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിന് വിലയിടാൻ പഠിക്കുക. നിങ്ങൾ തിരക്കുള്ളയാളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അത് അഭിനയിക്കാനല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതായ ലക്ഷ്യങ്ങളും തിരക്കുകളും ഉണ്ടാക്കിയെടുക്കുക. ആരെങ്കിലും പെട്ടെന്നൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ശരി, ഞാൻ നോക്കട്ടെ, എനിക്കല്പം തിരക്കുണ്ട് എന്ന് പറയാനുള്ള തറയിടം കാണിക്കുക. നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിച്ചാൽ മാത്രമേ മറ്റുള്ളവരും അതിന് വില കൽപ്പിക്കൂ. ക്ഷണം ചോദിക്കാതെ കയറി ചെല്ലാതിരിക്കുക, വിളിക്കാതെ ഉപദേശങ്ങൾ നൽകാതിരിക്കുക. ചാണക്യൻ പറയുന്നു, ചോദിക്കാതെ നൽകുന്ന ഉപദേശത്തിന് കവടിയുടെ വിലയേയുള്ളൂ. എത്ര വലിയ അറിവാണെങ്കിലും അത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരാളുടെ മുന്നിൽ വിളമ്പിയാൽ അവർ നിങ്ങളെ പരിഹസിക്കുകയുള്ളൂ. മൗനം പാലിക്കേണ്ട ഇടത്ത് മൗനം പാലിക്കുകയും ആവശ്യമുള്ളപ്പോൾ മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുകയും ചെയ്യുന്നവരോട് ആളുകൾക്ക് അറിയാതെ ഒരു ബഹുമാനം തോന്നും. ഇവിടെയാണ് നിഗൂഢത അഥവാ ഒരു മിസ്റ്ററി സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വരുന്നത്. തുറന്ന പുസ്തകം പോലെയാകരുത് നിങ്ങളുടെ ജീവിതം. എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം നമുക്കൊഴിവാക്കാം. നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഭാവി പ്ലാനുകൾ ഇതൊക്കെ എല്ലാവരോടും പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളുടെ തന്ത്രങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, അത് പ്രവൃത്തിയിലൂടെ മാത്രം പുറത്തുവിടുക. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എല്ലാം അറിയാമെങ്കിൽ പിന്നെ നിങ്ങളോട് അവർക്ക് പ്രത്യേകിച്ച് ബഹുമാനം തോന്നേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ അടുത്ത നീക്കമെന്താണ് എന്നവർക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കാൻ തുടങ്ങും. അല്പം നിഗൂഢത കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കും. ബഹുമാനം ലഭിക്കാൻ ഏറ്റവും അത്യാവശ്യമായ മറ്റൊരു കാര്യം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധമാണ്. പലരും വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകും. ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നു പറയും. പക്ഷേ ഒന്നും നടക്കില്ല. ഇങ്ങനെ പറയുന്ന വാക്കിന് വിലയില്ലാത്തവരെ ആരും ബഹുമാനിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. നിങ്ങളുടെ വാക്ക് ഒരു കരാർ പോലെയായിരിക്കണം. അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നൊരു വിശ്വാസം ചുറ്റുമുള്ളവർക്ക് നിങ്ങളിലുണ്ടായാൽ ആ വിശ്വാസം തന്നെയാണ് ബഹുമാനമായി മാറുന്നത്. സ്റ്റോയിക് തത്വചിന്തകരും ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നു. സത്യസന്ധതയും കൃത്യതയുമുള്ളയൊരാളെ അപമാനിക്കാൻ ശത്രുക്കൾക്ക് പോലും മടിയുണ്ടാകും. കാരണം നിങ്ങളുടെ വ്യക്തിത്വം അത്രമേൽ ശക്തമായിരിക്കും. ഇനി നമ്മുടെ ശാരീരിക ഭാഷ അഥവാ ബോഡി ലാംഗ്വേജിലേക്ക് ഒന്നു നോക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ എവിടെയാണ് നോക്കുന്നത്? തറയിലേക്കാണോ അതോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണോ? ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ നിങ്ങൾ തലകുനിച്ചു നിൽക്കുകയാണോ? ഇതൊക്കെ ദൗർബല്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്.
കണ്ണുകളിൽ നോക്കി സംസാരിക്കുക എന്നത് ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. നട്ടെല്ല് നിവർത്തി നേരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുക. നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു വിറയലുണ്ടാകരുത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, വലിയ അറിവില്ലാത്തവർ പോലും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ ആളുകൾ അവരെ ശ്രദ്ധിക്കുന്നു. മറിച്ച് വലിയ പണ്ഡിതന്മാർ പേടിച്ച് സംസാരിച്ചാൽ ആരും വിലവയ്ക്കില്ല. ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചത് യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല, ഒരു രാജാവിനെ പോലെ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നോക്കണം എന്നുകൂടിയാണ്. ആ ഗംഭീര്യം നിങ്ങൾ ശീലിച്ചെടുക്കണം. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനം ആഗ്രഹിക്കുന്നത് അതേറ്റവും കുറവ് തരുന്നവരിൽ നിന്നാകും. അത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ ജീവിത പങ്കാളിയോ രക്തബന്ധുക്കളോ ആകാം. അപരിചിതർ അപമാനിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വേദനയാണ് പ്രിയപ്പെട്ടവർ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെയാണ് വൈകാരികമായ സ്വാതന്ത്ര്യം അത്യാവശ്യമായി വരുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ ബഹുമാനിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ബഹുമാനമില്ലാത്തിടത്ത് നിൽക്കില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. സ്നേഹമെന്നത് ബഹുമാനത്തിന്റെ മുകളിൽ പടുത്തുയർത്തേണ്ട ഒന്നാണ്. ബഹുമാനമില്ലാത്ത സ്നേഹം അടിമത്തമാണ്. അത് തിരിച്ചറിയുക. ആരെങ്കിലും നിങ്ങളെ സ്ഥിരമായി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ പങ്കാളിയോ ആരുമാകട്ടെ, അവിടെ നിങ്ങളുടെ അതിരുകൾ വരയ്ക്കണം. എനിക്ക് നിങ്ങളെ സ്നേഹമാണ്, പക്ഷേ എന്നെ ഇത്തരത്തിൽ പരിഗണിക്കുന്നത് എനിക്ക് അനുവദിക്കാൻ കഴിയില്ല എന്നു പറയാനുള്ള കരുത്ത് നിങ്ങൾ കാണിക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ തന്നെ സ്വഭാവം കൊണ്ട് ബഹുമാനം കളഞ്ഞുകുളിക്കാറുണ്ട്. അതിലൊന്നാണ് അമിതമായ പരാതി പറച്ചിൽ. എപ്പോഴും കുറ്റം പറയുന്ന, എപ്പോഴും സ്വന്തം കഷ്ടപ്പാടുകൾ വിവരിക്കുന്ന, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളെ ആർക്കും ഇഷ്ടമാകില്ല. അവരുടെ സാമീപ്യം തന്നെ ആളുകൾക്ക് മടുപ്പുണ്ടാക്കും. നിങ്ങളൊരു വിജയിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരാതികൾ പറയുന്നത് നിർത്തുക. പകരം പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കുക. കഷ്ടപ്പാടുകൾ എല്ലാവർക്കുമുണ്ട്. പക്ഷെ അത് ചുമന്നുകൊണ്ട് നടന്ന് കാണുന്നവരുടെയെല്ലാം മുന്നിൽ ഇറക്കിവെച്ച് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് ഒരു ദുർബലന്റെ ലക്ഷണമാണ്. സഹതാപം വേറെ, ബഹുമാനം വേറെ. ആളുകൾക്ക് നിങ്ങളോട് സഹതാപം തോന്നിയേക്കാം, പാവം എന്നു പറഞ്ഞേക്കാം. പക്ഷെ ആരും പാവങ്ങളെ ബഹുമാനിക്കാറില്ല. അവർ ശക്തരെയാണ് ബഹുമാനിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ കണ്ണുനീർ സ്വയം തുടയ്ക്കുക. എന്നിട്ട് പുഞ്ചിരിയോടെ ലോകത്തെ നേരിടുക. അപ്പോൾ ലോകം നിങ്ങളെ കൗതുകത്തോടെ നോക്കും. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇവൻ എങ്ങനെയാണ് ഇത്ര സന്തോഷമായിരിക്കുന്നത് എന്ന ചിന്ത അവരിൽ ആദരവുണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുടെ ഗോസിപ്പുകളിൽ പങ്കുചേരാതിരിക്കുക എന്നതാണ്. ഒരാളില്ലാത്തപ്പോൾ അയാളെക്കുറിച്ച് മോശം പറയുന്ന വ്യക്തിയെ കേൾക്കുന്നവർക്ക് പോലും വിശ്വാസമുണ്ടാകില്ല. കാരണം ഇന്നെന്നോട് ഇവനെക്കുറിച്ച് പറഞ്ഞവൻ നാളെ മറ്റൊരാളോട് എന്നെക്കുറിച്ചും പറയും എന്നവർക്കറിയാം. ചാണക്യൻ പറയുന്നു, മാന്യന്മാർ ഒരിക്കലും മറ്റുള്ളവരെ നിന്ദിച്ചു സംസാരിക്കില്ല. നിങ്ങൾ അത്തരമൊരു വ്യക്തിയാണെങ്കിൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. വിശ്വാസത്തിൽ നിന്നാണ് ബഹുമാനം ജനിക്കുന്നത്. നിങ്ങളില്ലാത്ത സദസ്സുകളിൽ പോലും നിങ്ങളുടെ പേര് ബഹുമാനത്തോടെ ഉച്ചരിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ നാവ് ശുദ്ധമായിരിക്കണം. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ ഒരു തലത്തിലേക്ക് വരാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾക്ക് ബഹുമാനം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കഴിവിൽ എവിടെയോ പോരായ്മയുണ്ട് എന്നാണ്. കഴിവുള്ളവനെ ലോകം എപ്പോഴും അംഗീകരിക്കും. ഒരു ഡോക്ടർ എത്ര മോശം സ്വഭാവക്കാരനാണെങ്കിലും അയാൾക്ക് രോഗം മാറ്റാനുള്ള അപാരമായ കഴിവുണ്ടെങ്കിൽ ആളുകൾ അയാളെ തേടി വരും, ബഹുമാനിക്കും. കാരണം അവിടെ ആവശ്യം കഴിവിനാണ്. അതുകൊണ്ട് ബഹുമാനം കിട്ടാൻ കുറുക്കുവഴികളില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും മികച്ചവനാകുക. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വിധം അത് ഭംഗിയായി ചെയ്യുക. അറിവ് സമ്പാദിക്കുക. ചാണക്യൻ ഒരു സാധാരണ ബ്രാഹ്മണനായിരുന്നിട്ടും രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ കാലിൽ വീണത് അദ്ദേഹത്തിന്റെ അറിവ് അത്രമേൽ വലുതായിരുന്നു എന്നതുകൊണ്ടാണ്. അറിവാണ് ശക്തി. നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് പോലും സംശയം ചോദിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടി വരുന്ന അവസ്ഥയുണ്ടാക്കിയെടുക്കുക. അതാണ് യഥാർത്ഥ പ്രതികാരം. നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങൾ ബഹുമാനം അർഹിക്കുന്നുണ്ടോ എന്ന്. വെറുതെ പ്രായം കൂടിയതുകൊണ്ടോ പണമുള്ളതുകൊണ്ടോ വലിയ തറവാട്ടിൽ ജനിച്ചതുകൊണ്ടോ കിട്ടുന്ന ബഹുമാനം നിലനിൽക്കില്ല. അത് വെറും ഭയമോ വിധേയത്വമോ മാത്രമാണ്. യഥാർത്ഥ ബഹുമാനം വരുന്നത്
നിങ്ങളുടെ സ്വഭാവശുദ്ധിയിൽ നിന്നാണ്. ഒരു ചന്ദനമരം നോക്കൂ. അതിൽ നിറഞ്ഞ് പാമ്പുകൾ ചുറ്റിക്കിടന്നാലും ചന്ദനം അതിൻ്റെ സുഗന്ധമുപേക്ഷിക്കാറില്ല, പാമ്പിൻ്റെ വിഷം ഏറ്റെടുക്കാറുമില്ല. അതുപോലെ ചുറ്റുമുള്ളവർ എത്ര മോശക്കാരായാലും നിങ്ങൾ നിങ്ങളുടെ ഗുണങ്ങൾ കൈവിടരുത്. മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങളുടെ നിലവാരം താഴ്ത്തരുത്. നിങ്ങൾ മാന്യനായി തുടരുക. കാലക്രമേണ നിങ്ങളുടെ ഈ ഉറച്ച നിലപാട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ തുടങ്ങും. ഇവനെ എന്തു ചെയ്താലും മാറ്റാൻ കഴിയില്ല എന്നവർ തിരിച്ചറിയുമ്പോൾ ആ നിമിഷം മുതൽ അവർ നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഞാൻ മിണ്ടാതിരുന്നിട്ടും അവർ എന്നെ ദ്രോഹിക്കുന്നു എന്ന്. ഓർക്കുക, പാമ്പുകൾക്ക് മാളവും പക്ഷികൾക്ക് ആകാശവും ഉള്ളതുപോലെ ദുഷ്ടന്മാർക്ക് അവരുടെ സ്വഭാവമുണ്ട്. അതവരുടെ പ്രകൃതമാണ്. അത് മാറ്റാൻ ശ്രമിക്കുന്നത് സമയം കളയലാണ്. പകരം നിങ്ങൾ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് പറക്കുക. അവിടെ അവരുടെ ശല്യമെത്തില്ല. ഒരു കഴുകൻ മഴ പെയ്യുമ്പോൾ മരച്ചില്ലയിൽ ഒളിച്ചിരിക്കാറില്ല, മറിച്ച് മേഘങ്ങൾക്കും മുകളിലേക്ക് പറന്നുയരുകയാണ് ചെയ്യുന്നത്. അവിടെ മഴയില്ല, അവിടെ സൂര്യപ്രകാശമാണ്. അതുപോലെ നിസ്സാരമായ അപമാനങ്ങളുടെയും അവഗണനകളുടെയും മേഘങ്ങൾക്ക് മുകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഉയർത്തുക. അവിടെ ശാന്തതയുണ്ട്. ആ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെ നിന്ന് കൂവുന്നവരും കല്ലെറിയുന്നവരും വെറും ഉറുമ്പുകളെപ്പോലെ തോന്നും. ഉറുമ്പുകളെ കണ്ട് ആരും ഭയപ്പെടാറില്ല. അവരോടാരും തിരിച്ചു വഴക്കിടാറുമില്ല. വെറുതെ നടന്നു പോകുകയേയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാൻ പാടാണ് എന്ന്. ശരിയാണ്, ഇതെളുപ്പമല്ല. ചാണക്യനെപ്പോലെ ചിന്തിക്കാനും സ്റ്റോയിക്കുകളെപ്പോലെ ജീവിക്കാനും കഠിനമായ പരിശീലനം ആവശ്യമാണ്. പക്ഷെ ആലോചിച്ചു നോക്കൂ, ഇപ്പോഴുള്ള ഈ വേദന സഹിച്ച്, അപമാനം സഹിച്ച് തലകുനിച്ച് ജീവിക്കുന്നതാണോ എളുപ്പം, അതോ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടായാലും തലയുയർത്തിപ്പിടിച്ചു ജീവിക്കുന്നതാണോ നല്ലത്? മാറ്റം വരുത്താൻ വേദനയുണ്ടാകും, പക്ഷെ മാറാതെ നിൽക്കുന്നതിലും വലിയ വേദന വേറെയില്ല. അടുത്ത ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, അതായത് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചാണ്. ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ എങ്ങനെ വലിയൊരു വ്യക്തിത്വം വാർത്തെടുക്കാം. അതുപോലെ നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മനഃശാസ്ത്രം എന്താണ്? അത് മനസ്സിലാക്കിയാൽ അവരെ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാകും. ആ രഹസ്യങ്ങൾ കൂടി നമുക്കറിയേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെറുമൊരു അറിവായി സൂക്ഷിക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആയുധങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ശത്രുവിൻ്റെ മനസ്സറിഞ്ഞാൽ യുദ്ധം പകുതി ജയിച്ചു എന്നാണ് ചാണക്യൻ പറയുന്നത്. നിങ്ങളെ അപമാനിക്കുന്നവർ, പരിഹസിക്കുന്നവർ, അവഗണിക്കുന്നവർ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ആരാണ്? അവർ ശക്തരാണോ? അല്ലേയല്ല. മനഃശാസ്ത്രപരമായി നോക്കിയാൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ കടുത്ത അപകർഷതാബോധം അനുഭവിക്കുന്നവരാണ്. അവരുടെ ഉള്ളിലെ ശൂന്യത നികത്താൻ, മറ്റൊരാളുടെ ആത്മവിശ്വാസം തകർത്ത് അതിൽ നിന്ന് ഊർജം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു. ഒരു പരാന്നഭോജിയെപ്പോലെ നിങ്ങളുടെ വികാരങ്ങളെ ഭക്ഷിച്ചു ജീവിക്കുന്നവരാണവർ. ഇത് മനസ്സിലാക്കുന്ന നിമിഷം അവരോടുള്ള നിങ്ങളുടെ ഭയം മാറും. പകരം ഒരുപക്ഷെ സഹതാപം തോന്നിയേക്കാം. പാവം, സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ അവൻ എന്നെ ഉപയോഗിക്കുന്നു എന്ന ചിന്ത നിങ്ങൾക്ക് വരും. ആ ചിന്ത മതി അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാനുള്ള മൂർച്ചയില്ലാതാക്കാൻ. ഇനി നമുക്ക് നാളെ മുതൽ ചെയ്യാവുന്ന ചില പ്രായോഗിക കാര്യങ്ങൾ നോക്കാം. ആദ്യം നിങ്ങളുടെ നടത്തം ശ്രദ്ധിക്കുക. തോളുകൾ വിടർത്തി തലയുയർത്തി നടക്കുക. ഇത് കേവലം ശാരീരികമായ മാറ്റമല്ല, ഇത് നിങ്ങളുടെ തലച്ചോറിന് ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എന്ന സന്ദേശം നൽകുന്നു. രണ്ടാമത്, സംസാരിക്കുമ്പോൾ ക്ഷമിക്കണം, സോറി എന്നീ വാക്കുകൾ അനാവശ്യമായി ഉപയോഗിക്കുന്നത് നിർത്തുക. വഴിയൊന്ന് ചോദിക്കാൻ പോലും സോറി, ആ വഴിയൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തിനാണ് സോറി? നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മര്യാദയാകാം, പക്ഷെ അത് അമിതമായാൽ വിധേയത്വമാകും. എക്സ്ക്യൂസ് മീ എന്ന് പറയാം, പക്ഷേ അകാരണമായി മാപ്പ് പറയരുത്. അടുത്തത്, നോ പറയാൻ പഠിക്കുക. ഇത് വളരെ പ്രധാനമാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് തലയാട്ടരുത്. നിങ്ങളുടെ സുഹൃത്ത് വന്ന് പണം ചോദിക്കുന്നു, കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയാൻ മടിക്കരുത്. കള്ളം പറഞ്ഞൊഴിയുന്നതിനേക്കാൾ അന്തസ്സ് സത്യം പറയുന്നതിലാണ്. എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കുന്നില്ല എന്ന് തുറന്നു പറയുന്നവനെ ആരും കളിയാക്കില്ല, മറിച്ച് അവൻ്റെ സത്യസന്ധതയെ ബഹുമാനിക്കും. നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത്. അത് നിങ്ങളുടെ സമയമായാലും പണമായാലും വികാരങ്ങളായാലും. ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യമാണ് ഉയർന്ന ലക്ഷ്യങ്ങളുള്ളവരോട് കൂട്ടുചേരുക എന്നത്.
നിങ്ങളുടെ ചുറ്റുമുള്ള 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന് പറയാറുണ്ട്. എപ്പോഴും കുറ്റം പറയുന്ന മടിയന്മാരായ ലക്ഷ്യമില്ലാത്തവരുടെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങളും അവരെ പോലെയാകും. എന്നാൽ വലിയ സ്വപ്നങ്ങളുള്ള, കഠിനാധ്വാനം ചെയ്യുന്ന, പോസിറ്റീവായ ആളുകളുടെ കൂടെയാണെങ്കിൽ അവരുടെ ഊർജം നിങ്ങൾക്കും ലഭിക്കും. അത്തരം സർക്കിളുകളിൽ ബഹുമാനം സ്വാഭാവികമായിരിക്കും. അവിടെ ആരും ആരെയും താഴ്ത്തിക്കെട്ടില്ല, മറിച്ച് പരസ്പരം കൈപിടിച്ചുയർത്താനേ ശ്രമിക്കൂ. നിങ്ങളുടെ സുഹൃത്തുക്കളെ മാറ്റേണ്ടി വന്നേക്കാം, ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നേക്കാം. പക്ഷേ കഴുകന്മാരൊറ്റയ്ക്കാണ് പറക്കുന്നത്, കാക്കകളാണ് കൂട്ടമായി നടക്കുന്നത് എന്നോർക്കുക. ഓരോ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിനു മുൻപ് ആ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കുക. ഇന്ന് ആരെങ്കിലും എന്നെ മോശമായി പെരുമാറിയോ? ഞാൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? എനിക്ക് കുറച്ചുകൂടി നന്നായി പെരുമാറാമായിരുന്നോ? ഈ സ്വയം വിലയിരുത്തൽ അഥവാ സെൽഫ് റിഫ്ലക്ഷൻ സ്റ്റോയിക് തത്വചിന്തയുടെ ഭാഗമാണ്. തെറ്റുകൾ പറ്റാം, പക്ഷേ അത് തിരുത്തി മുന്നോട്ടു പോകുന്നവനാണ് ബുദ്ധിമാൻ. ഇന്നലെ ഞാൻ പ്രതികരിച്ചുപോയി, പക്ഷേ നാളെ ഞാൻ മൗനം പാലിക്കും എന്ന് തീരുമാനിക്കുക. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു കഴുകനെ കണ്ട് മറ്റൊരു കഴുകൻ പിഴയ്ക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും വരുത്തും. അതിന് സമയം കൊടുക്കുക, ക്ഷമിക്കുക, മുന്നോട്ടു പോകുക. ഈ ജീവിതം നിങ്ങൾക്കുള്ളതാണ്. ജീവിതം ഒരു യുദ്ധക്കളമാണ് സുഹൃത്തേ. അവിടെ പൂക്കൾ വിരിച്ച പാതകളില്ല. മുള്ളുകളും കല്ലുകളും ചതിക്കുഴികളുമുണ്ടാകും. നിങ്ങളെ വീഴ്ത്താൻ കാത്തു നിൽക്കുന്നവരുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, വീഴുന്നത് പരാജയമല്ല, വീണിടത്ത് തന്നെ കിടക്കുന്നതാണ് പരാജയം. എത്ര തവണ വീണാലും പൊടി തട്ടിക്കളഞ്ഞ് മുറിവുകൾ വകവയ്ക്കാതെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നവനെ നോക്കി ലോകം അത്ഭുതപ്പെടും. ആ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ബഹുമാനമില്ലാത്തവർ പോലും സല്യൂട്ടടിച്ചു പോകും. നമ്മുടെ ഈ യാത്ര അവസാനിക്കാറായി. ചാണക്യൻ്റെയും സ്റ്റോയിക് തത്വചിന്തകളുടെയും സത്ത ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് മറ്റുള്ളവരല്ല, അത് നിങ്ങൾ തന്നെയാണ്. ഒരു വജ്രം ചെളിയിൽ വീണാലും വജ്രം തന്നെയാണ്. അത് കഴുകിയെടുത്ത് മിനുക്കിയാൽ വീണ്ടും തിളങ്ങും. ആളുകൾ ചെളി വാരിയെറിഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ തിളക്കം നഷ്ടപ്പെടുന്നില്ല. ആ ചെളി കഴുകിക്കളയുക, കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കുക. ഇനി മുതൽ ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചാൽ പുഞ്ചിരിക്കുക, കാരണം അവർക്ക് നിങ്ങളുടെ വില അറിയില്ല. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ മൗനം പാലിക്കുക, കാരണം സിംഹം പട്ടികളോട് കുരയ്ക്കാറില്ല. ആരെങ്കിലും നിങ്ങളെ തകർക്കാൻ നോക്കിയാൽ കൂടുതൽ ശക്തിയോടെ വളരുക, കാരണം വെട്ടിമാറ്റും തോറും തഴച്ചു വളരുന്ന മരങ്ങളെപ്പോലെയാകണം നമ്മൾ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കഥ എഴുതേണ്ടത് നിങ്ങളാണ്. അതിലെ വില്ലന്മാരെ നിങ്ങൾ തീരുമാനിക്കുക. അവർക്കെത്ര റോള് കൊടുക്കണമെന്നും നിങ്ങൾ തീരുമാനിക്കുക. ചിലപ്പോൾ അവരെ കഥയിൽ നിന്ന് വെട്ടിമാറ്റേണ്ടി വരും. മടിക്കരുത്, അത് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചരിത്രത്തിലെ മഹാന്മാരെല്ലാം, ഗാന്ധിജി മുതൽ മണ്ടേല വരെ, ചാണക്യൻ മുതൽ സോക്രട്ടീസ് വരെ, എല്ലാവരും അപമാനങ്ങളും അവഗണനകളും നേരിട്ടവരാണ്. പക്ഷേ അവരതിൽ തളർന്നില്ല. അവർ ആ കല്ലുകളെ പടവുകളാക്കി മാറ്റി ചരിത്രത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോയി. നിങ്ങളും ആ പാതയിലാണ്. നിങ്ങളുടെ ഉള്ളിലൊരു വലിയ ശക്തിയുണ്ട്, അത് തിരിച്ചറിയുക. പുറത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി ഉള്ളിലെ ശാന്തതയിലേക്ക് മടങ്ങുക. അവിടെ നിങ്ങൾക്കെല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട്. ഇന്ന് ഈ നിമിഷം മുതൽ ഒരു പുതിയ അധ്യായം തുടങ്ങാം. ബഹുമാനം യാചിക്കുന്ന പഴയ വ്യക്തിയെ നമുക്കിവിടെ ഉപേക്ഷിക്കാം. പകരം ആത്മബഹുമാനമുള്ള, കരുത്തുള്ള, ലക്ഷ്യബോധമുള്ള ഒരു പുതിയ മനുഷ്യനായി നമുക്കുയർത്തെഴുന്നേൽക്കാം. കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക, ഞാൻ വിലപ്പെട്ടവനാണ്, എൻ്റെ സമാധാനം ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും, തീർച്ച. ഈ വാക്കുകൾ നിങ്ങൾക്കൊരു വെളിച്ചമാകട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇരുട്ടിൽ തപ്പുന്നവർക്ക് ഒരു കൈവിളക്ക് പോലെ വഴികാട്ടിയാകാൻ ഈ അറിവുകൾക്ക് കഴിയട്ടെ. ഓർക്കുക, മാറ്റം തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. ലോകം മാറാൻ കാത്തു നിൽക്കരുത്, നിങ്ങൾ മാറുക. അപ്പോൾ ലോകം നിങ്ങൾക്ക് ചുറ്റും മാറും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൽ ബഹുമാനം ആഗ്രഹിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കായി ഈ അറിവ് ഷെയർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഷെയർ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. കൂടുതൽ അറിവുകൾക്കും പ്രചോദനങ്ങൾക്കും ജീവിത വിജയത്തിനുള്ള വഴികൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നമ്മളൊരു കുടുംബമാണ്. പരസ്പരം താങ്ങായി നമുക്ക് മുന്നോട്ടു പോകാം. നന്ദി, നമസ്കാരം.